അതെ, ലിറ്റിൽ ഏഞ്ചൽ എന്നാര് വരാൻ പോകുന്നു, അതാ എനിക്ക് അറിയേണ്ടത്. ഞാൻ പറയട്ടെ, എം ജെ സർ പറ. ഒരു ക്ലൂ. ബ്ലാ 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 ബ്ലാ. സംസാരത്തിന്റെ പൂരം. അതെ, അത് മാത്രമല്ല ഭയങ്കര കഴിവുകളുള്ള കുട്ടിയാണ്. അതെ, ബ്രില്യൻ മധുങ്ങൾ പറ ആരാ? അതെ, യെസ്, വെൽക്കം ടെസ കുട്ടി ഓൺ സ്റ്റേജ്. തിളങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടെസ ബേബി. ഹായ് ടെസ ബേബി. ഹലോ, അവരെ കണ്ടോ? ചത്തപ്പച്ച ചത്താപ്പച്ചല്ലേ, എന്റെ ഫ്രണ്ടില്ലേ, അവിടെ പോയായിരുന്നു. ചത്താപ്പച്ചലിന്റെ ഷൂട്ട് ചെയ്തായിരുന്നു. പേരെന്താ ഫ്രണ്ടിന്റെ? അഫൈ. ആ ഫ്രണ്ട് പല്ലില്ലാത്തോണ്ട് അങ്ങനെ അഭയാണ്. അഭയ് ഒന്നുകൂടി പറഞ്ഞേ. അഭയ്. ചാടുന്ന സീൻ. അയ്യോ, ആ സീനൊക്കെ കണ്ടു നേരത്തെ. മനസ്സിലായി. അപ്പൊ രസക്കുട്ടി എന്തായാലും പോകും, ഫ്രണ്ട് ഉണ്ടല്ലോ. അതെ, അപ്പൊ ആ കാര്യം നമ്മള് സേഫാ. അല്ല, എന്തുണ്ട് വിശേഷം? നാട്ടില് പോയിരുന്നോ? എന്നിട്ടില്ലേ, എവിടെ? കാഞ്ഞിരപ്പള്ളിയോ? മല്ലപ്പള്ളി. ഓ, അവിടെയാണല്ലേ. ഞാൻ ഓർത്തു ഈ കണ്ണാടി വെച്ച ആൾക്കാർക്കൊക്കെ ഭയങ്കര സീരിയസ് ആണ്. ഓ, എന്നിട്ട് ഇവിടെ വന്നങ്ങ് ഇരുന്നപ്പോ കോമഡി മാസ്റ്റർ എന്ന് പറയും. പാട്ടിനേക്കാളും നല്ല മിമിക്രിയാ. ഇതിപ്പോ അഭിനന്ദിച്ചതാണോ അപമാനിച്ചതാണോ? ഞാൻ മധുവങ്ങളിന് പറ്റൊരു പേരിട്ടിട്ടുണ്ട്. എന്താണ്? ലേസ് പാക്കറ്റ്. അതെന്താ ലേസ് പാക്കറ്റ് പേരിട്ടെ? എന്ത് മതങ്ങൾ ഒത്തിരി കഴിക്കുന്ന? അതല്ല, ലേസിനകത്ത് എന്താ ഉള്ളേ? കാറ്റ്. കറക്റ്റ്. എന്റെ ഉള്ളിൽ കംപ്ലീറ്റ് എയർ ആണെന്നാ. എവിടുന്ന് കിട്ടുന്ന എയർ? ശ്വാസാണ്. ഞാൻ വിചാരിച്ചു ഗ്യാസിന്റെ മരുന്ന് കഴിക്കാന്ന്. അങ്ങനെ ഞാൻ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട്. 1 മാസം എടുത്താ പഠിച്ചത്. ഞാൻ പാടട്ടെ? പഠിക്കും. ഇന്ദ്രധനുസ്സുകമീട്ടി ദേവകളാദിനാമ ഗംഗയാടി രഘുപതി രാമജയം രഘുരാമജയം ശ്രീഭരതവാക്യ ബിന്ദു ചൂടി സോദര പാതുക പൂജയിലാത്മപഥം പ്രണവം വിടർന്നു ലഞ്ഞു സരയവിൽ മന്ത്രമൃദംഗരംഗസുഖം സരവേഗതീപതാളമേകി മാരുതിയാ. ലളിതമുണരു സാവധാന ലഹരിയോടെ രാമ. പക്ഷെ ആ വരി പഠിച്ചെടുക്കാൻ എഫേർട്ട്. 1 മാസം എടുത്തു ഇത് പഠിക്കാൻ. അത് മാത്രല്ല, അത്രയും ശ്വാസം വേണം. ഗംഗയാടി രഘുപതി രാമജയം രഘുരാമജയം ശ്രീഭരതവാക്യ ബിന്ദു ചൂടി സോദര പാതുക പൂജയിലാത്മപഥ പ്രണവം വിടന്നു ലഞ്ഞു സരയുവിൽ മന്ത്രമൃദംഗരംഗസുതം സരവേഗ ദീപതാളമേകി മാരുതിയാ. അപ്പൊ നേരത്തെ പാടിയില്ല, അത് തന്നെയല്ലേ? അതന്നെ. ഞാൻ ഒരു എക്സ്ട്രാ വേറെ വരാൻ മിടിക്കുകയാണേ. മധുചേട്ടൻ വേറെ ലെവൽ. അതാണ് പറഞ്ഞു വന്നത്. ആർക്കെങ്കിലും പേരിട്ടിട്ടുണ്ട്? അപ്പൊ ഞാൻ ലേസ് ആണ്. ലേസ് പാക്കറ്റ്. മധുചേട്ടനെ വെള്ളത്തിലിട്ട പൊങ്ങി കിടക്കും ഇങ്ങനെ. ചേച്ചിക്ക് വട്ടം ഒന്നും പോരാ. വട്ടോ? ചേച്ചിക്ക് വട്ടാണോ? ചേച്ചി ഒരു പാട്ട് പാടില്ലേ? തീം തില്ലാന മോഹനത്തിന്റെ തില്ലാന. നല്ല അടിച്ചു പൊളിച്ചു ചേച്ചി. താങ്ക് യു. അതുകൊണ്ട് പക്ഷെ എനിക്ക് വന്ന പേരെന്താ അത് പറ. സ്മൈലി സ്റ്റിക്കർ. സ്മൈലി സ്റ്റിക്കർ. ചേച്ചി ഇരിക്കുമ്പോ ഫുൾ പല്ലും കാണും. 32 പല്ല് നമുക്ക് പുറത്ത് കാണാം. ഇത് പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും സ്മൈലി ഓർമ്മ വരിക. ഹായ് ലേസ് പാക്കറ്റ്. ഹായ് സ്മൈലി. അവരൊക്കെ പാട്ട് ചെയ്താ എംജെങ്ങളുടെ കൂടെ. എംജെങ്ങള് എല്ലാം ശാന്തം, സമാധാനം.
ഡ്രീം മ്യൂസിക്, തിങ് മ്യൂസിക്, MJ മ്യൂസിക് സോൺ. ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കണതൊക്കെ? എന്നിട്ട് ഒരെണ്ണം കൂടെ ഉണ്ടേ. കുഞ്ഞാറ്റെ മേളിലെടുക്കുമ്പോ ആ തിക്കിച്ചിരി കൂട്ടിയ നമ്മളുടെ ട്രെയിനിങ് മാസ്ക്. എന്നിട്ട് ആ സംഗീതം നന്നായിട്ട് പാടിട്ടോ. ആ പാട്ട് പക്ഷെ നല്ലായിരുന്നു. അവൾ ആക്ട് ചെയ്ത് പേര് സ്മൈൽ ഇങ്ങനെയാ. എങ്ങനെ ശാന്തം സമാധാനം. കാണിക്കണതൊക്കെ എങ്ങനെയാന്ന് എങ്ങനെ സന്തോഷായില്ലേ? പേര് നമ്മള് കഴിക്കുന്ന ഒരു സാധനം ഇടാം. ശരി. പഞ്ഞുമുട്ടായി. നല്ല പഞ്ഞിമിഠായി. നല്ല ഭംഗിയുള്ള സോഫ്റ്റാ. ഇഷ്ടപ്പെട്ടു. എനിക്ക് കളിക്കാൻ തോന്നും. കവളൊക്കെ പിടിച്ച്. അതെ, മീനൂട്ടിനും കൂടെ ഒരു പേര്. എനിക്ക് ആലോചിച്ചിട്ടാ മതി. കുഞ്ഞു പോയി നാളെ വല്ലതും. വേണ്ട പൊന്നെ, പറഞ്ഞോ ഒരു പേര്. പേര് ഞാൻ അടുത്ത ദിവസം പറയാം. പേരടുത്ത ദിവസം. ഞാനൊരു കാര്യം പറയാവേ. ഈ മീനൂട്ടി ചേച്ചിയില്ലേ പണ്ടൊക്കെ ഇങ്ങനെ കുഴഞ്ഞൊക്കെ ആയിരുന്നു പറയുന്നത്. അധികം ആൻസർ ഒന്നും കൊടുക്കാതെ. ഇപ്പൊ ആണെങ്കിൽ ഫുൾ കൗണ്ടറും പിന്നെ ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കോൺഫിഡൻസ് ഉണ്ട്. കുട്ടിയായിരിക്കുമ്പോ ഒബ്സർവ് ചെയ്യണം കേട്ടോ ഈ കുട്ടി. ഞാൻ പോലും കൊഴഞ്ഞൊക്കെ ആയിരുന്നു. ഇപ്പൊ പക്ഷെ ഞാൻ കുറച്ച് നേരം നിന്ന് വർത്താനം പറഞ്ഞു. അപ്പൊ എത്ര പ്രായം ഉണ്ടായിരുന്നു ടെസക്ക്? എത്ര വയസ്സുണ്ടായിരുന്നു? ജനിച്ചിട്ടില്ലായിരുന്നു ടെസക്കുട്ടി. ഇപ്പൊ എത്ര വയസ്സുണ്ട് ടെസക്കുട്ടിക്ക്? ഇപ്പൊ 7. അപ്പൊ എന്തായാലും ജനിച്ചിട്ടില്ല. ടെസക്കുട്ടി, ഒരു ചോദ്യം ചോദിക്കോ മീനുട്ടി എടുത്ത്? എന്താ? 5 കിലോ ഇരുമ്പിനാണോ 5 കിലോ പഞ്ഞിക്കാണോ കൂടുതൽ വെയിറ്റ്? 5 കിലോ ഇരുമ്പിനാണോ 5 കിലോ പഞ്ഞിനാണോ കൂടുതൽ? ആലോചിച്ചിട്ട് പറയാം കേട്ടോ. സമാധാനായില്ലേ ഇതുവരെ? എന്ത് രണ്ടിനും ഒരേ വെയിറ്റ്? തൃപ്തിയായില്ലേ? എത്ര വർഷം എടുത്ത് പഠിക്കാൻ? ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ എല്ലാവരെയും ഇങ്ങനെ ചെയ്തല്ലോ. ഇനി ആരെയാ വേണ്ടത്? രാകേഷങ്ങളിനെ വേണോ? വേണം. മോനെ അത് പറ്റില്ല, ഇത് കോമ്പറ്റീഷൻ അല്ലേ, അത് പറ്റില്ല. അങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. റിപ്പീറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് പറ്റത്തില്ല. അത്രേ ഉള്ളൂ. കഴിഞ്ഞു. പറ്റത്തില്ല എന്ന് വെച്ചാൽ. കൊള്ളാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഏത് പാട്ട് പാടുന്ന കുട്ടി? തള്ളു 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 പന്നാസു വണ്ടി. മൊത്തം തള്ളായിരുന്നു. ഇവിടെ ഇല്ലേ ബാക്കിലെ തള്ളാനെ കൊറേ ചേച്ചിമാര് വന്നിട്ടുണ്ടേ. എന്റെ ധ്വനി സ്കൂളിലെ ഡാൻസ് പഠിപ്പിക്കുന്ന ചേച്ചിമാരാണ്. അവരും പുറകെ നിന്ന് എന്റെ കൂടെ ഡാൻസ് കളിക്കും. വർഷം 1971. അതായത് MJ അങ്കിള് ജനിച്ച വർഷം. എനിക്ക് അത്ര വയസ്സുണ്ട്. എന്നിട്ട് ലിറിക്കിസ്റ്റ് പി ഭാസ്കരൻ മാസ്റ്റർ, മ്യൂസിക് ഡയറക്ടർ ഉമ്മർ, വെരി ഗുഡ്. സിംഗർ അടൂർ ബാസി സാറും പിന്നെ ലത ആന്റി, അമ്പിളി മാമും. സിനിമ ആഭിജാത്യം. അതങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരിക്ക. അപ്പൊ നിങ്ങളും റെഡി അല്ലേ? കുറച്ച് നേരമായിട്ട് ഇപ്പോഴല്ലേ ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കേണ്ടി വന്നത്. ഇതുണ്ടല്ലോ, ഇതൊരു പാട്ടുകാരി മാത്രമല്ല, ഒരു കുട്ടി ആക്ട്രസ് ആണ് കേട്ടോ. കൊറേ മൂവീസിലും ആഡ്സിലും ഒക്കെ ടെസക്കുട്ടി ചെയ്തിട്ടുണ്ട്. ദൈവമേ, കൊറേ പരസ്യത്തിലും സിനിമയിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആക്ട്രസും കൂടെയാണ്. ഓക്കെ, പാട്ട് കേൾക്കാം ഇനി. ഓൾ ദ ബെസ്റ്റ് മാം.
കോറസ് നൈസ്. താങ്ക് യു സർ. ധ്വനീസ് ഡാൻസ് സ്കൂൾ അല്ലേ? സൂപ്പർ അടിപൊളിയാണ്, സൂപ്പർ ആണല്ലോ, ഉഗ്രം അല്ലേ, നല്ല ഗ്രേസ്. എനർജറ്റിക് ഡാൻസർ. വെറുതെ അല്ല, നമ്മുടെ ടെസക്കുട്ടി ഇതുപോലെ. ഭയങ്കര അത് പേടിയായിരുന്നു. ചേച്ചിയായിരുന്നോ? അയ്യോ ഞാൻ ചേട്ടനാന്ന് വിചാരിച്ചു. ഒരു മീശയൊക്കെ വെച്ച് പേരെന്താ? ചേച്ചി. ശ്രീബാല. ശ്രീബാല. ആ. ഇപ്പുറത്തുള്ളതും ചേച്ചിയാണോ ചേട്ടനാണോ? അതും ചേച്ചിയാ. പേരെന്താ? ജ്യോതി. എന്റെ പേര് അർച്ചിത. അർച്ചിത. ആ എന്റെ പേര് ശ്രീനന്ദിനി. ശ്രീനന്ദി. ശ്രീനന്ദിനി. അങ്കിത. ആദിത്യ. ആഹാ. അനീക. ഈ ധ്വനി സ്കൂൾ എവിടെയാ? ഡാൻസ് സ്കൂൾ എവിടെയാ? അത് കുര്യനാട്. കുര്യനാട്. അത് നമ്മുടെ പറയാൻ കൂത്താട്ടുകുളം അല്ലെ, ആ ഭാഗത്താണല്ലേ? ഇവരുടെ സിനിമയുടെ പേരെന്തുവായിരുന്നു? പച്ചത്തത്തയോ? അത് പറയട്ടെ. ചത്തപ്പച്ച. 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 ആ നേരത്തെ എന്താ പറഞ്ഞ? കാറിന്റെ കാര്യോ? ആ കാറിന്റെ കാര്യം. എന്താണ്? അല്ലേ, കാറിനെ കുറിച്ച് മറ്റേ മുളകിന്റെ കാര്യമൊക്കെ പറയാനുണ്ട്. കാറ് മുളകും തമ്മിൽ എന്ത് ബന്ധം? ഒരു സാധനം ആ. ഉണ്ട്. പക്ഷേ അത് പറഞ്ഞാലേ 1 മണിക്കൂർ എടുക്കും. 8 മണിയാവും. മഹാലക്ഷ്മി സീരിയൽ തുടങ്ങും. ഓ അത് ശരി. അപ്പൊ നമുക്ക് അടുത്ത പാട്ട് അടുത്ത ദിവസമായാലോ? അടുത്ത പാട്ട് അടുത്ത ദിവസം. അടുത്ത പാർട്ട് കണ്ടിന്യൂഷൻ. അടുത്ത പാർട്ടാ. കാറ് മുളക് കാർ എന്നൊക്കെ പറഞ്ഞില്ലേ? ആ അത് നമുക്ക് അടുത്ത എപ്പിസോഡിലാണെങ്കിലോ? അടുത്ത എപ്പിസോഡിൽ പറയാനാ. അതെ, അല്ലെങ്കിൽ ഇപ്പൊ സോ serial വെയിറ്റ് ഫോർ തുടങ്ങും. ദ നെക്സ്റ്റ് എപ്പിസോഡ് അതെ. അല്ലേ? So wait for the next episode. യെസ്. അല്ലെങ്കിൽ മഹാലക്ഷ്മി സീരിയൽ തുടങ്ങും. ഇടയ്ക്ക് കുറെ സ്വരങ്ങളൊക്കെ പാടിയല്ലോ. ഏത് സ്വരങ്ങള്? തള്ളു അതിന്റെ ഇടയിൽ സ്വരങ്ങളുടെ ആവശ്യമുണ്ടോ? പാപ്പാ മകരി. ലിറിക്കിസ്റ്റ് അല്ലേ എഴുതിയത്? ആ ലിറിക്കിസ്റ്റ് അങ്ങനെ എഴുതിയത് കൊണ്ട് കുഴപ്പമൊക്കെയാണല്ലേ? അതെങ്ങനെയായിരുന്നു ആ സ്വരം? പാപ്പാ മകരി എങ്ങനെ? പാപ്പ മകരി മാമ ഗരിസ അതാണ് നല്ല രസമായിരുന്നു. എന്തൊക്കെയാണ്? ജീപ്പ്, പിന്നെ ഡാൻസ് സ്കൂളിലെ ചേച്ചിമാര്, രസക്കുട്ടി, എല്ലാരും കൂടെ അടിച്ച് പൊളിച്ച് തകർത്ത് കിടി. അയ്യോ 2 ടയർ കിടക്കുന്നുണ്ടോ ഊരി വീഴ്ത്തയോടെ? അത് ഇതിന്റെ ഈ വാഹനത്തിന്റെ അത്. ഈ ഒരു വണ്ടി നല്ലതാണ്. കാരണം എന്താന്നറിയാവോ? പെട്രോളൊന്നും വേണ്ടല്ലോ. ഇവിടെ പൈസ കൊടുത്ത് പെട്രോൾ അടിച്ചടിച്ച് മടുത്തു. അതിലും ഭേദം പന്നാസ് വണ്ടിയാ. ആരടിച്ചു പെട്രോള്? അമ്മ. ആണല്ലേ? അമ്മ അത് ശരി. അമ്മ മടുത്തത് എങ്ങനെ? ടെസ്സൊക്കെ അറിയാം. അമ്മേനോട് കൊറേ പ്രാവശ്യമൊക്കെ പറയാറുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? പെട്രോൾ അടിച്ചടിച്ച് മടുത്തു. മടുത്തൂന്ന്. പെട്രോൾ അടിച്ചടിച്ചടിച്ച് മടുത്തു. മടുത്തു. അപ്പൊ ഇന്നത്തെ പാട്ട് കലക്കി. അടിപൊളി. നല്ല ഡാൻസ് ആയിരുന്നു പിള്ളേരുടെ, ആ കൂട്ടുകാരികളുടെ. ഇപ്പഴാ ഞാൻ ഓർത്തേ. ഒരു സാധനം പറയട്ടെ. ആ. രാകേഷ് അങ്കിളിനോട് ഞാൻ എത്ര തവണ പറഞ്ഞാണെന്നറിയോ? എന്ത്? ഈ ഫെററോഷർ മുട്ടായി ആ മേളൂന്നങ്ങ് വീഴുന്നില്ല. ഫെററോഷറോടെ തങ്ങി ഞാൻ നിൽക്കുക. ഒത്തിരി പറഞ്ഞതാ. എന്റെ ജുവൽ എന്റെ ഫ്രണ്ടാണ്. അവള് എന്നെ പറഞ്ഞു, ഫെററോഷർ മുട്ടയെ ഒന്ന് വീഴിക്കോ, എനിക്കൊന്ന് തരാനാ. ഇവിടത്തെ ജുവലാണോ? ആ ജുവൽ. ജുവലല്ല, വേറെ ജുവലാണോ? എന്റെ സ്കൂളിൽ പഠിക്കുന്ന ജുവൽ. ഓ ഓ, അപ്പൊ അവർക്കൊക്കെ മിഠായി കൊണ്ട് കൊടുക്കാറുണ്ടോ? ഇവിടുന്ന് പെറുക്കിട്ട് അത് ശരി. വേറെ ബിസിനസ്. അപ്പൊ ഇതിന്റെ മുകളിൽ ഇപ്പൊ ഫെററോഷറും കൂടി കയറ്റണം എന്നാണ് പറയണത്. അതെ, ഓക്കെ, നമുക്ക് നോക്കാം. ഒരു സൈഡ് ബിസിനസ് നല്ലതല്ലേ അതെ, ഇക്കാലത്ത്? വളരെ. അതെ. അതെന്തായാലും അതൊക്കെ നമുക്ക് ഫെററോഷറിന്റെ കാര്യം നമുക്ക് പിന്നെ അടുത്ത പാർട്ടിൽ എപ്പിസോഡിൽ അടുത്ത ഷെഡ്യൂളിൽ Set ചെയ്യാം. നോക്കാം. എന്തായാലും ഇന്നത്തെ കിടിലൻ. പാട്ട്, ഡാൻസ് എല്ലാം കലക്കി. ആ അവസാനത്തെ കുറച്ച് ഡാൻസ് സ്റ്റെപ്പ് ചെയ്തല്ലോ, അതൊക്കെ അടിപൊളിയായിരുന്നു അതെ, കേട്ടോ. എല്ലാരും കലക്കി. അതെ. ആദ്യം ആ വണ്ടി ഉന്തി വന്നതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. 2 ചേട്ടന്മാര് ടയറൊക്കെ ഉരുട്ടി കഴിക്കും. ഒരുപാടുണ്ടായിരുന്നു കാണാൻ. ഞാൻ ഈ സാധനം കണ്ടില്ല. അവര് ഉന്തിക്കൊണ്ട് അങ്ങോട്ട് പോയോ? പോയി. പിന്നെ പോയി. പാട്ടിന്റെ ഇടയ്ക്കുള്ള ചില ആക്ഷൻസ് ഉണ്ടായിരുന്നല്ലോ, അതും അത് നല്ലായിരുന്നു. രസമായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു, നല്ലായിരുന്നു. Yes. അതൊക്കെ കൊള്ളായിരുന്നു. ഈ തല്ലിപ്പൊളി വണ്ടി. അത് തന്നെ. അപ്പൊ മിടുക്കി. അപ്പൊ നമുക്ക് ഇനി അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. അതെ. ആരും മഴ പെയ്പ്പിക്കണം. എല്ലാരും കൂടി ഒരുമിച്ച് പറയണം. 3, 2. അല്ല അയില. ഞാൻ പറഞ്ഞു തീർന്നില്ല. പറ. പാട്ട് ഭയങ്കര കളർഫുൾ ആയിരുന്നു. ടെസ്സ അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് ഒന്നിച്ചാവല്ലേ? ഒരുമിച്ച് പറയാം. 1 2 3 4. ഒരട്ടങ്ങനെ മധുരമഴ. എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്റെ ലേറ്റ് കൊണ്ട്. ഓക്കെ രസക്കുട്ടി, ബൈ ബൈ. ചെറുകുറുമ്പുമായി ചിറകുരും